ഹായ് വെൽക്കം ബാക്ക് ടു ചാൻഗൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ നമ്മൾ കുറേ നാളായി സെയിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ട് കോംബോ ഓഫറൊക്കെ ഇട്ടിട്ട് ഒത്തിരി നാളായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് വീണ്ടും വന്നേക്കുന്നത് ഒരു കോംബോ ഓഫറുമായിട്ടാണ്. അതിൽ ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് റെഡ് പിനാക്കിയോ റോസാണ്. നമ്മുടെ സിംഗിളായിട്ടായാലും കോംബോയിലായാലും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളടുത്ത് അന്വേഷിച്ച് വരുന്നൊരു റോസ് റെഡ് പിനാക്കിയോ ആണ്. പിന്നെ റെഡ് പിനാക്കിയോൻ്റെ കോംബോസൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി പേര് വന്നിട്ട് റെഡ് റോസ്, നമ്മളൊരു യെല്ലോ റോസിൻ്റെ കോംബോ ഇട്ടത് കാരണം റെഡ് റോസിൻ്റെ ഒരു കോംബോ ഇടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കോംബോക്ക് ഉടനെ തന്നെ വരുന്നതായിരിക്കും. രണ്ടാമതായിട്ട് ഈ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് സമ്മർ സ്നോ റോസാണ് കേട്ടോ. വൈറ്റ് സമ്മർ സ്നോ ആണ്. ഇത് ഓൺ റൂട്ടഡും നാടൻ ബഡ്ഡിങ്ങും മിക്സ് ആയിട്ടാണ് ഈ ഒരു കോംബോയിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് കാണിച്ച റെഡ് പിനാക്കിയോ റോസ് നാടൻ ബഡ്ഡിങ് ആണ്. രണ്ടാമതായിട്ട് കാണിക്കുന്ന സമ്മർ സ്നോ റോസ് വന്നിട്ട് ഓൺ റൂട്ടഡ് ആണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഓൺ റൂട്ടഡ്, ഏതൊക്കെയാണ് നാടൻ ബഡ്ഡിങ് എന്നുള്ളതെല്ലാം ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും. കാരണം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം പറയുന്നത്. കാരണം നമ്മളിങ്ങനെ പറഞ്ഞാൽ പോലും കുറച്ച് പേരൊക്കെ വന്നിട്ട് ഓൺ റൂട്ടഡ് റോസ് ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇതൊരു നാടൻ ബഡ്ഡിങ് റോസും നാടൻ റോസും വരുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മുടെ റെഡ് മിനിയേച്ചർ എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ ഹാരമൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു റെഡ് മിനിയേച്ചർ എന്ന് പറയുന്നത്. അത്യാവശ്യം ഒരു മീഡിയം സൈസ് ഫ്ലവറിംഗ് ആണ് വരുന്നത്. ഇത് ഓൺ റൂട്ടഡ് ആണ്. നമ്മുടെ കമ്പ് കുത്തി പിടിപ്പിച്ച തൈകളാണ്. അത്യാവശ്യം വലിയ തൈകൾ തന്നെയാണ് നമുക്കിപ്പോൾ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. മൊത്തം നമ്മൾ ഈ കോംബോയിൽ ഏകദേശം നമ്മൾ ഒരു നിങ്ങൾ ലാസ്റ്റ് വരെ ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര പ്ലാന്റ്സാണ് ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നുള്ളത് കേട്ടോ. പിന്നെയുള്ളത് ഡച്ച് റോസ് ആണ്. ഡച്ച് റോസ് എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നലെ യാദൃച്ഛികമായിട്ട് ഇതിൻ്റെ പേര് കപ്പ് കേക്ക് എന്ന് ഞാൻ അറിയുകയുണ്ടായി. കപ്പ് കേക്ക് എന്നാണ്. അപ്പോൾ ഞാൻ എൻക്വയറി നടത്തിയ സമയത്തും കപ്പ് കേക്ക് എന്ന് ഈ ഒരു ഐഡിയയിൽ എനിക്ക് റെഫർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡച്ച് റോസ് അല്ല, ഇത് കപ്പ് കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഓൺ റൂട്ടഡ് അല്ല, നാടൻ ബഡ്ഡിങ് തൈകളാണ് ഇതിൻ്റെയും വരുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ നമ്മുടെ സെയിലിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലുള്ള പ്ലാന്റ്സ് നമ്മൾ കോംബോയിലാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് ഒന്നോ രണ്ടോ പ്ലാന്റ്സ് മാത്രമേ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സെയിൽ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഈ ഒരു കപ്പ് കേക്ക് എന്ന് പറയുന്ന ഈ ഒരു റോസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെയിലിനായിട്ടുണ്ട്. അതായത് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഈ കോംബോയിൽ നമുക്ക് ഓൺ റൂട്ടഡ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് നാടൻ ബഡ്ഡിങ് ആണ്. കാരണം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ വന്നിട്ട് ഇതിൽ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു കോംബോയ്ക്കകത്ത് നാടൻ ബഡ്ഡിങ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു പിങ്ക് കളർ ഷെയ്ഡിൽ വരുന്ന കപ്പ് കേക്കാണ് നമ്മുടെ നാലാമത്തെ റോസ്. പിന്നെയുള്ളത് അഞ്ചാമതായിട്ട് വരുന്നത് യെല്ലോ മിനിയേച്ചറാണ് കേട്ടോ. മിനിയേച്ചർ യെല്ലോ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതാണ് അതിൻ്റെ ഫ്ലവറിങ് എന്ന് പറയുന്നത്. ഓരോ തവണയും ഓരോ പൂക്കൾ, മഞ്ഞയാണോ വെള്ളയാണോ രണ്ടും കൂടെ മിക്സ് ആണോ ഏതാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. അങ്ങനെയായിരിക്കും ഫ്ലവറിങ് ഉണ്ടാവുക. മിനിയേച്ചർ ടൈപ്പാണ്. ഒത്തിരി വലിയ പൂക്കളല്ല, എന്നാൽ തീരെ ചെറിയ പൂക്കളല്ല കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിറയെ പൂക്കളുണ്ടാവും. നമുക്കധികം കെയർ ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും നല്ലപോലെ ഫ്ലവറിങ് ആവുന്നൊരു ടൈപ്പ് തന്നെയാണ് യെല്ലോ മിനിയേച്ചർ റോസ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. പിന്നെന്താ, ഇതിൻ്റെ ഒരു ഫ്ലവറിങ് പാറ്റേൺ കുറച്ച് ഇപ്പോൾ കയ്യിലുള്ളവർക്ക് അറിയാമായിരിക്കും ഇതിൻ്റെ ഒരു ഫ്ലവറിങ് പാറ്റേൺ എങ്ങനെയാണോ എന്നുള്ളത്. ചിലപ്പോൾ വൈറ്റ് ഫ്ലവർ വരാറുണ്ട്, ചിലപ്പോൾ യെല്ലോ വരാറുണ്ട്, ചിലപ്പോൾ രണ്ടും കൂടെ മിക്സഡ് ആയിട്ടായിരിക്കും. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഫ്ലവറിങ് പാറ്റേൺ ഉള്ളൊരു അടിപൊളി റോസാണ്. ഒത്തിരി തേനീച്ചകളൊക്കെ കൂട്ടുകാരായിട്ട് കൂടുന്നൊരു ടൈപ്പ് റോസാണ് കേട്ടോ. ഇത് വിരിയുന്ന സമയത്ത് നിറയെ തേനീച്ചകളും പൂമ്പാറ്റകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒരു പ്രത്യേക യെല്ലോ ആണ് കേട്ടോ ഇതിന് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പിന്നെ നമുക്ക് ആറാമതായിട്ട് വരുന്നത് കാശ്മീരി റോസാണ്. കാശ്മീരി റോസും ഓൺ റൂട്ടഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോംബോയിൽ കൂടുതലായിട്ട് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. നാടൻ ബഡ്ഡിങ്ങിൻ്റെ പ്ലാന്റ്സ് വളരെ കുറച്ച് മാത്രമേ നമ്മളിതിനകത്ത് നാടൻ ബഡ്ഡിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കോംബോ തപ്പി നടക്കുന്നവർക്കും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണിത്. ഇല്ല നിങ്ങൾക്കിപ്പോൾ നാടൻ ബഡ്ഡിങ് ആയാലും പ്രശ്നമില്ല എന്നുള്ളവർക്കും ഈ ഒരു കോംബോ സെലക്ട് ചെയ്യാവുന്നതാണ്. ആറാമതായിട്ട് നാടൻ കാശ്മീരി റോസാണ് ആറാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഏഴാമതായിട്ട് നമ്മുടെ കോംബോയിൽ വരുന്ന റോസ് ഏതാണെന്ന് അറിയാനായിട്ട് ജസ്റ്റ് നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണട്ടോ. നമുക്ക് 7 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ നാടൻ ഓറഞ്ച് റോസാണ്, ഓൺ റൂട്ടഡ് റോസാണ്. അപ്പോൾ ഈ കോംബോ വരുന്നത് 700 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. നമ്മുടെ DTDCയുടെ ചാർജ് ഉൾപ്പെടെ
വരുന്ന റേറ്റാണ് 700 രൂപ. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക, കോൾ ചെയ്യേണ്ട, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യട്ടോ. താങ്ക്